ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ മോർണിംഗ് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം സമയം 6:15 കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ് കേട്ടോ അടുപ്പത്തേക്ക്. ഞങ്ങൾ അടുപ്പ് ഇവിടെ മുറ്റത്തായതുകൊണ്ട് തന്നെ മുറ്റത്തേക്ക് ഇറങ്ങി വരണം. 6:15 തന്നെ നല്ല ഇരുട്ടാട്ടോ മുറ്റത്ത്. ഇപ്പം ഞാനിത് ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ചായക്ക് വെള്ളം വെച്ചിട്ട് തിളക്കുമ്പോഴേക്ക് ഞാൻ ദോശയ്ക്കുള്ള മാവ് കലക്കട്ടെ. കണ്ടില്ലേ, നല്ല രാത്രി പോലെ തന്നെ നിൽക്കണ്ടില്ലേ, നല്ല ഇരുട്ടാണ്. സമയം 6:15 പറയേയില്ല കേട്ടോ. ഞങ്ങൾ ഈ ദോശക്ക് മാവ് കലക്കാൻ വേണ്ടി തനിമൻ്റെ റൈസ് വാട്ടറാട്ടോ ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ പൊടി ആയതുകൊണ്ട് തന്നെ നമ്മളിത് പതുക്കെ പതുക്കെ വെള്ളം പാർന്നിട്ടാട്ടോ അത് കുഴച്ചെടുക്കണത്. പെട്ടെന്ന് വെള്ളം പറഞ്ഞാൽ നമ്മൾ ഈ പൊടി ആയതുകൊണ്ട് തന്നെ നമ്മൾ ദോശക്ക് കലക്കുമ്പം നമ്മളത് ഊറി നിൽക്കും. അപ്പോൾ ഊറി നിൽക്കാതെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പതുക്കെ പതുക്കെ വെള്ളം പാർന്നുകൊണ്ട് നന്നായിട്ട് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ കയ്യിലുകൊണ്ട് ഇളക്കുന്നത് കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, നേരം വെളുത്ത് നമുക്കുള്ള വെള്ളം, ചായക്കുള്ള വെള്ളം അവിടെ തിളച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരു ചായപ്പൊടി ഒരു കുടുക്കയിലിട്ടതിന് ശേഷം അതിക്ക് തിളച്ച വെള്ളം പാരുക കേട്ടോ. ഞങ്ങൾ ചായപ്പൊടി ഇട്ടിട്ട് തിളപ്പിക്കലില്ലേ, അങ്ങനെ തിളപ്പിച്ചാൽ കുടുക്കൻ്റെ ഉൾഭാഗം പെട്ടെന്ന് കറക്കും. നമ്മളെ ദോശക്കല്ല് നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് ഡയറക്റ്റായിട്ട് നമ്മൾ പോയി മാവ് കലക്കിയത് പാരരുത് കേട്ടോ. ഒന്ന് വെള്ളം പൊടിഞ്ഞതിന് ശേഷം മാത്രമേ കേട്ടോ മാവ് പാരാൻ പറ്റുള്ളൂ. ഒന്ന് തണുക്കണം, എന്നിട്ടാണ് മാവ് പാരേണ്ടത്. അപ്പോഴാണ് അതിൻ്റെ അടിഭാഗം കരിയാതെ കിട്ടുക. മറ്റത് നമ്മൾ വെള്ളം പാരാതെ ഒന്ന് വെള്ളം കുടയാതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അടിയിൽ കരിഞ്ഞു പോകും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. നമ്മൾ ദോശ വളരെ നേർമ കട്ടി കുറഞ്ഞ ദോശയാണ് കേട്ടോ. പിന്നെ മറ്റേ അടുപ്പിൽ ഞങ്ങൾ ദോശക്കുള്ള ചട്നി വെച്ചിട്ടുണ്ട് കേട്ടോ. പൊതുവെ രണ്ടടുപ്പ് ഞങ്ങൾ രാവിലെ മാത്രമേ മൂട്ടലുള്ളൂ കേട്ടോ. കാരണം രാവിലെ മദ്രസക്ക് പോകേണ്ടിരിക്കും, പണിക്ക് പോകേണ്ടിരിക്കും, പെട്ടെന്ന് ചായ ആവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഞങ്ങളതിന് ശേഷം വെള്ളം വെക്കും, ചോറിനില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.